ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരു മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് ഒന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അലീന ജനാലയ്ക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള സാരി ഉടുത്ത് ഒരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നതാണ് അവൾ കണ്ടത്. അലീന ജനാലയ്ക്കടുത്താണെന്ന് അറിയാതെ അവർ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് വന്നു. അവരുടെ പിന്നാലെ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയയെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായ നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് ആഹ്ലാദം വിടർന്നു. മമ്മി, ആ ചേച്ചി ഇതേ നിൽക്കുന്നു. അവൾ അനീനയുടെ നേർക്ക് കൈ ചൂണ്ടി തെല്ലുറക്കെ പറഞ്ഞു. മധ്യവയസ്കയായ സ്ത്രീ ആ ഭാഗത്തേക്കു തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. റിട്ടയർ കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ എൽസമ്മ. തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ രണ്ടു പെൺകുട്ടികളും തന്റെ അനുജത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ അവരെ നോക്കി മന്ദഹസിച്ചു. എൽസമ്മ അവളുടെ മുഖത്തേക്കും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതിപ്പോയെന്ന് അലീനയ്ക്ക് തോന്നി. നോക്കുന്നുണ്ടെങ്കിലും അവർ കാണുന്നില്ല. അവരുടെ മുടി പലയിടത്തും നരച്ചിരിക്കുന്നു. കൺതടങ്ങളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ടുകിടന്നു. അവരുടെ നെറ്റിയിലും കവിളുകളിലും നേരിയ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതും എന്നാൽ ക്ഷീണിതവുമായ ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ സുന്ദരിയായിരുന്നുവെന്ന് അലീന ഊഹിച്ചു. അങ്ങോട്ടിരിക്കാമല്ലോ, അലീന സോഫയിലേക്ക് കൈ ചൂണ്ടി കൊണ്ടു പറഞ്ഞു. ഞെട്ടിയുണർന്നതുപോലെ എൽസമ്മ വീണ്ടും അലീനയെ നോക്കി. ഒരു മാത്ര നേരത്തേക്ക് അവരുടെ മുഖത്ത് വെറുപ്പും നിന്നയും ഇരുമ്പിക്കയറി. പൊട്ടിത്തെറിക്കുന്നത് പോലെ അവർ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷെ അഗ്നിപർവ്വതത്തിന്റെ ജ്വാലാമുഖം പെട്ടെന്ന് അണഞ്ഞ പോലെ അത് അപ്രത്യക്ഷമായി. അവരുടെ രണ്ടാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്നു വീണു. അവൾ അതിൽ ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരിക്കുകയും ചെയ്തതുകൊണ്ട് അതിന്റെ മൃദുത്വം ആസ്വദിച്ചു. അനന്തരം അവൾ എഴുന്നേറ്റ് പോയി കിടക്കയിൽ കിടന്ന് ഒരു വട്ടം ഉരുണ്ടു. ടെൽസ, എൽസമ്മ വിളിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ അവതക്കുട്ടി ചായനും മുറിയിലേക്ക് വന്നു. റീത്താമ്മ അലീനയോട് നേർക്ക് എരിയുന്ന ഒരു നോട്ടം നോക്കി. കണ്ടല്ലോ, വാ, റീത്താമ്മ അനുജത്തിയോട് പറഞ്ഞു. ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ മുറിയിൽ അങ്ങിങ്ങു നടക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അലീന. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷെ അത്രത്തോളം മാനസിക വളർച്ചയില്ലെന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. അവളുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. എണ്ണമയമോ ചിട്ടയോ ഇല്ലാത്ത മുടി അലസമായി പാറിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. അലീന ഇത്തരം കുട്ടികളെ കണ്ടിട്ടുണ്ട്. ടാനിയ മുറിയുടെ വാതിലിനരികിൽ തന്നെ നിന്നു. റീത്താമ്മയും എൽസമ്മയും തിരികെ പോയപ്പോൾ ടെൽസയെ വിളിച്ചുകൊണ്ട് അവളും ഇടനാഴിയിലേക്ക് ഇറങ്ങി. അവതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നു. ലാലിച്ചിന്റെ ഭാര്യയെ അത്, അയാൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ശരിക്കു കണ്ടോ? സംസാരിച്ചു. ഇല്ല, ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരിയച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാരും കൂടി 10-25 പേരുണ്ട്. ഞാൻ ചായ എടുക്കാൻ വല്യപ്പച്ച. എന്തിന്? അവര് ലാലിച്ചിനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുക. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചിനെയും അവന്റെ പട്ടികളെയും പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ പൊളിക്കൽ വീട്ടുകാര്. അങ്ങനെയൊന്നും പറയില്ല വല്യപ്പച്ച. എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് വെച്ച് നിനക്കറിയാഞ്ഞിട്ടാ മോളെ. ചട്ടമ്പികളാ പുളിക്കൽക്കാര്. ടിവിയിൽ വെച്ച് IAS-കാരെ നശിപ്പിച്ചവനാ അച്ഛൻ കുഞ്ഞ്. അലീന അമ്പരപ്പോടെ അവതക്കുട്ടിച്ചായനെ നോക്കി. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ലാലിച്ചൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവതക്കുട്ടിച്ചായൻ മുറിയിൽ നിന്നിറങ്ങി. വാതിൽ പുറമേ നിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ച ക്ലിങ് ശബ്ദം കേട്ടു. അലീന വാതിലിന് നേർക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു സോപ്പ് പെട്ടി കടക്കാവുന്നിടത്തോളം മാത്രം വിടവ്. വാതിലിന് പുറത്ത് ആരോ നിൽപ്പുണ്ട്. ആരാണത്? അലീന ചോദിച്ചു. വാതിലിന്റെ വിടവ് കുറെ കൂടി വലുതായി. ഒരു ചിരിച്ച മുഖം. ടെൽസയായിരുന്നു അത്. അലീന കൈകാട്ടി വിളിച്ചു. അവൾ അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ വാതിൽ അല്പം കൂടി തുറന്ന് നുഴഞ്ഞു കയറുന്നത് പോലെ അകത്തേച്ചു കയറി. അവൾ അലീനയുടെ അടുത്ത് വന്നു. അലീന അവളെ അടിമുടി നോക്കി. പേരെന്താ? ടെൽസ ചോദിച്ചു. അലീന. സുഖമാണോ? അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ. അവൾ ടെൽസയുടെ തോളത്ത് സ്പർശിച്ചു. ടെൽസ ആശ്ചര്യത്തോടെ അവളെ നോക്കി. പപ്പയുടെ മോളാ? അലീന നിറമിഴികളോടെ തലയാട്ടി. അവൾ ടെൽസയുടെ ഇരു ചുമലിലും കൈവച്ചു. ചെവി മൂടിക്കിടന്ന മുടിയിഴകൾ പിന്നോട്ട് മാടിയൊതുക്കി കവിളിണകളെ തലോടി. ടെൽസയ്ക്ക് ചിരി വന്നു. അവൾ അലീനയുടെ കൈത്തലം പിടിച്ചു നോക്കി. പനിയുണ്ടോ? ഇല്ല. ടെൽസ പഴയ പോലെ അലീനയുടെ കൈത്തലം പിടിച്ച് തന്റെ കവിളത്ത് ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂട്, നല്ല സുഖം. അലീനയ്ക്ക് കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ ചേച്ചി എന്ന് വിളിച്ചത്. അത് ആന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്. അലീന മെല്ലെ അവളെ ആശ്ലേഷിച്ചു.
അവളുടെ പുറത്തും ശിരസിലും തലോടി. അതിഷ്ടമായതുപോലെ ടെൽസ അവളോട് കുറെ കൂടി ചേർന്നു നിന്നു. അലീന അവളുടെ മുഖം തന്റെ തോളിലേക്ക് അമർത്തിപ്പിടിച്ചു. ടെൽസ മുഖമുയർത്തി അവളെ നോക്കി. എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അലീന അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞങ്ങളെ വീട്ടിൽ വരുമോ ചേച്ചി? വരും. അലീന തേങ്ങി. ടെൽസ, റീതമ്മയുടെ വിളി കോറിഡോറിൽ നിന്നും കേട്ടു. ഞെട്ടലിൽ അവൾ പിടഞ്ഞു മാറി. ആന്റി വിളിക്കുന്നു, പിന്നെ വരാം. ടെൽസ വാതിലിനു നേർ കോടി. പുറത്തു കടന്ന് വാതിലടച്ചു. റീതാമ്മ അവളെ ശകാരിക്കുന്നത് അവ്യക്തമായി കേൾക്കാമായിരുന്നു. അലീന കിടക്കയിലേക്ക് ഇരുന്നു. എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം സ്റ്റാൻലിയുടെ ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്റ്റാൻലി അവരെ ഒരു ഹാളിലേക്ക് ആനയിച്ചു. 4 സോഫകളും കുറെ അധികം കസാരകളും 4 ടീപ്പോയും വലിയ വട്ടമേശയും എല്ലാമുള്ള ഹാളിലേക്ക്. ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. MLA തോമസ് പരുത്തിക്കാടൻ പരിഭവം പറഞ്ഞു. ഞങ്ങൾ സോൾജേഴ്സ് ശത്രുസൈന്യത്തെ ഹാർദമായി സ്വീകരിക്കാറില്ല, സ്റ്റാൻലി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞു. തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് സാരം. എല്ലാവരും ഇരിക്കണം, സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലിക്ക് പിന്നിൽ 2 നായ്ക്കൾ ചെവി വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. തോമസ് പരുത്തിക്കാടൻ തന്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകയുമായ സാവിത്രി വിശ്വംഭരൻ, ഇടവക വികാരി ഫാദർ ജെയിംസ് പുത്തൻതറ, പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു തുടങ്ങിയവരായിരുന്നു അവർ. പലരെയും മുൻപേ അറിയാമെങ്കിലും സ്റ്റാൻലി പരിചയപ്പെടുത്തലിന് വിധേയനായി നിന്നുകൊടുത്തു. ബാക്കിയുള്ളവർ റീതാമ്മയും എൽസമ്മയും അവരുടെ ബന്ധുജനങ്ങളുമായിരുന്നു. റീതാമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിലാണ് ഇരുന്നത്. ടെൽസ എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ടാനിയെ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയയോട് വഴക്കിടുകയും അവളെ മാന്തുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് കുശലാന്വേഷണം നടത്തി. ഇവിടെ എന്ത് വിശേഷം? ബ്ലൂ ലേബൽ 2 എണ്ണം ഇരിപ്പുണ്ട്. റെമി മാർട്ടിൻ 1.5 എണ്ണം. ഹെന്നസി 3. എല്ലാം സിംഗപ്പൂരിൽ നിന്ന് ഫ്രണ്ട്സ് കൊണ്ടുവരുന്നതാണ്. എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഇപ്പോൾ സാധനം കിട്ടുന്നില്ല, സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ പറഞ്ഞു. തോമസ് പരുത്തിക്കാടൻ ചമ്മലകറ്റാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഈ സ്റ്റാൻലി തമാശ പറഞ്ഞാൽ തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല. മിസ്റ്റർ സ്റ്റാൻലി, തനിച്ചാണോ ഇവിടെ താമസം? സാവിത്രി വിശ്വംഭരൻ തിരക്കി. അല്ല, എന്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്. മൃഗങ്ങളുമുണ്ട്, പക്ഷികളുമുണ്ട്. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അവരെന്തുകൊണ്ടാ മിസ്റ്റർ സ്റ്റാൻലിയോടൊപ്പം താമസിക്കാത്തത്? അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയോടും മക്കളോടും ഒത്ത് താമസിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങൾ തലയിൽ കുത്തി നിറച്ച കുറെ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരല്ല. എന്നെ ആക്രമിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് ശരിക്കറിയാം. കാര്യങ്ങൾ സംസാരിക്കേണ്ട മിസ്റ്റർ സ്റ്റാൻലി? സാവിത്രി വിശ്വംഭരൻ ചോദിച്ചു. അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പറയിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വ്യക്തമായിരുന്നു. പിന്നീട് ഫാദർ ജെയിംസ് പുത്തൻചിറയാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഫാദർ കാര്യം പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എന്റെ ഭാര്യ കുമ്പസാരക്കൂട്ടിനരികെ വന്നു നിന്ന് പിറുപിറുക്കുന്നതോ അച്ഛൻ പള്ളിമേടയിൽ കയറി നിന്നു കാണുന്നതോ അല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരിക. ശരി, ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതായി അറിഞ്ഞു. അതേപറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളുമുണ്ട്. അതേപറ്റി ചോദിക്കാനും. വെയിറ്റ് 1 മിനിറ്റ്. സ്റ്റാൻലി പരുത്തിക്കാടനെ തടഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഹാൾ വിട്ടിറങ്ങിപ്പോയി. വന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത്. അച്ഛൻ കുഞ്ഞും മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. തിരികെ വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ട ഹാളിലുണ്ടായിരുന്നവർ ആശ്ചര്യസ്തബ്ധനായി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും കാണത്തക്ക വിധം ചുമരോട് ചേർന്നു കിടന്ന മേശയ്ക്ക് മുൻപിൽ കൊണ്ടു ചെന്നു നിർത്തി. റോസ് നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ അലീന ആൾക്കൂട്ടത്തിന് മുൻപിൽ പരിഭ്രമത്തിൽ കുതിർന്നു നിന്നു. ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഈ നിൽക്കുന്നത് എന്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തന്റെ മുൻപിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി. എല്ലാവരുടെയും നോട്ടം തന്റെ നേർക്കാണെന്ന് അവൾ മനസ്സിലാക്കി. ഒരു തരം അധൈര്യവും ജാള്യവും അവളെ ഗ്രസിച്ചു. അവൾ സ്റ്റാൻലിയുടെ നേർക്കു നോക്കിയിട്ട് അല്പം കൂടി ചേർന്ന് നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുൻപ് പൊതുവായ ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ മറുപടി പറയാം.
എന്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലാണ് ഇവൾ ഇത്രയും കാലം ജീവിച്ചത്. 24 വർഷം മുൻപ് എനിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് ഇവൾ, സ്റ്റാൻലി പറഞ്ഞു. ഈ കഥയൊന്നും ഇതിനു മുൻപ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ? എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ അമർഷത്തോടെ ചോദിച്ചു. പറയേണ്ട ആവശ്യം വന്നില്ല. എന്തുകൊണ്ട് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്ന് മാത്രം. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുൻപ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു സ്റ്റാൻലി? ഓർക്കാപ്പുറത്ത് അച്ഛൻ കുഞ്ഞിന്റെ നാവിൽ വിളഞ്ഞതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയാൻ വിഷമിച്ചേ തീരൂ. ഞാൻ എന്തു ചെയ്യുമായിരുന്നു? അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുമുണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ, സ്റ്റാൻലി പറഞ്ഞു. ഉത്തരം അവരെ ചിന്താകുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപ്പെടുത്തുന്നിടത്തോളം. ഈ കുട്ടി മിസ്റ്റർ സ്റ്റാൻലിയുടെ തന്നെ മകളാണെന്ന് എന്താ ഉറപ്പ്? തോമസ് പരുത്തിക്കാടൻ ചോദിച്ചു. എനിക്ക് സംശയമില്ല. സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ പോയിക്കൊള്ളണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. ഇത്രയും കാലവും ഓർഫനേജിൽ ജീവിച്ചവളെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ? എൽസമ്മയുടെ അനുജത്തി ആൻ മേരിയുടെ ഭർത്താവ് മൈക്കിൾ രോഷാകുലനായി. അപ്പനും അമ്മയും ആരെന്നറിയാതെ അനാഥയെ പോലെ ജീവിച്ചവളാണ് എന്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റാണ്. അതിന്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. ഇവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൂടെ? നമുക്കത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഫാദർ ജെയിംസ് പുത്തൻതറ പറഞ്ഞു. അതിനല്ല ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് എന്റെ മകളോടൊപ്പം താമസിക്കുന്നത് ഇഷ്ടമാണ്. അവൾ കുറച്ചു കാലമെങ്കിലും സുഖമായും സന്തോഷമായും ജീവിക്കുന്നത് എന്റെ കൺമുന്നിൽ എനിക്ക് കാണണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണിത്. അതുകൊണ്ട് അവളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ഒരു ഫോർമുലയും ആരും ചിന്തിക്കുക പോലും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല, സ്റ്റാൻലി അസന്ദിഗ്ധമായി പറഞ്ഞു. അലീന നിറകണ്ണുകളോടെ മുഖം ചിരിച്ച് സ്റ്റാൻലിയെ നോക്കി. പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. മോള് പൊയ്ക്കോ, ഇവർക്ക് ചായ കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി തട്ടി തലയാട്ടിയപ്പോൾ ഒരു കണ്ണീർ കണം അടർന്ന് കവിളത്ത് വീണു. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്, സേവിച്ചൻ പറഞ്ഞു. ഇവളോട് ആരും ഒന്നും സംസാരിക്കേണ്ട. മോശമായ ഒരു വാക്കോ നോട്ടമോ പോലും ഞാൻ ക്ഷമിച്ചുവെന്ന് വരില്ല, സ്റ്റാൻലി തന്റെ നിലപാട് വ്യക്തമാക്കി. അലീന പൊയ്ക്കോളൂ. അലീന ഹാളിൽ നിന്നും പോയി. സ്റ്റാൻലിക്ക് വേറെയും മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരി അച്ഛൻ നീരസത്തോടെ ചോദിച്ചു. സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നില്ല, ആവശ്യമുള്ളവർക്കേ കൊടുക്കുന്നുള്ളൂ. 24 വർഷം മുൻപ് സംഭവിച്ച അബദ്ധം സ്റ്റാൻലി എന്തിനെ ഏറ്റെടുത്തു എന്നാണ് ഇവരുടെ ചോദ്യം, പരുത്തിക്കാടൻ തർക്കിച്ചു. സ്റ്റാൻലിയുടെ മകൾ ഏത് കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം. ഇതൊക്കെ ഒരു കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുൻപിൽ പറയാൻ കൊള്ളാമോ? സ്റ്റാൻലി ചെയ്ത തെറ്റിന്റെ ഫലം ആരൊക്കെയൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചതൊന്നും തിരുത്താൻ പറ്റില്ല. സ്റ്റാൻലി അവളെ മാറ്റി താമസിപ്പിക്കുകയില്ലെന്ന് തീർച്ചയാണോ? അച്ഛൻ കുഞ്ഞ് ചോദിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുന്നത് വരെ സ്റ്റാൻലി മറുപടി നൽകി. എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5ആയി ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് എഴുതി വെക്കണം, എബ്രഹാം മാത്യു പറഞ്ഞു. ബാക്കി ഒരു ഭാഗം ആർക്കാണ്? സ്റ്റാൻലിക്ക്. അലീനയ്ക്കോ? സ്റ്റാൻലി ചോദിച്ചു. സ്റ്റാൻലിയുടെ വിഹിതം അവൾക്ക് കൊടുക്കാമല്ലോ. ഈ ഫോർമുല ആര് തന്നു? അതല്ലേ അതിന്റെ ന്യായം. ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അതെന്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗത രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് മക്കൾക്കാണ് അപ്പന്റെ സ്വത്ത്, ആരും കടലിൽ കലക്കാറില്ല, സ്റ്റീഫൻ പറഞ്ഞു. കൊടുക്കേണ്ട സമയമാകട്ടെ, അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്വത്തുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പം? കല്യാണത്തിന് മുൻപും പിൻപും നിങ്ങളത് ഇതുപോലത്തെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇനിയും ഓർഫനേജുകളിൽ നിന്നോ തെരുവിൽ നിന്നോ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം, അല്ലെങ്കിൽ പൂർവ്വ ആയിരുന്നെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, ഉള്ള സ്വത്തെല്ലാം ആ പെണ്ണിന്റെ പേരിലായി പോയാൽ സ്റ്റാൻലിയുടെ മക്കൾ എന്തു ചെയ്യും? തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരുമല്ലോ, അച്ഛൻ കുഞ്ഞ് ധാർമ്മിക രോഷത്തോടെ പറഞ്ഞു. ഓ, എന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്, സ്റ്റാൻലി ചെറുതായൊന്ന് ചിരിച്ചു. അവർ പറയുന്നതിലും കാര്യമില്ലേ മിസ്റ്റർ സ്റ്റാൻലി? പരുത്തിക്കാടൻ ചോദിച്ചു. പരസ്പര വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിന്റെ അടിത്തറ.
മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും സ്റ്റാൻലി തന്നെ സമ്മതിച്ചതോടെ ആ അടിത്തറ തകർന്നു. ഇനിയും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി പൊടുന്നനെ പൊട്ടിച്ചിരിച്ചു. എന്താണ് ഇത്ര ചിരിക്കാൻ? ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ? വികാരി അച്ഛൻ മുഖം ചുളിച്ചു. ഇത്രയും വലിയൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുൻപാണ് ഞാൻ അടിത്തറ തകർത്തത്. അന്നും ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയിടം വരെ എത്തിയതും. എന്നിട്ട് ഇന്നലെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാതെ എന്തു ചെയ്യും ഫാദർ? അതല്ല സ്റ്റാൻലി പ്രശ്നം. പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിച്ചു. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നായിരുന്നു അവരുടെ ധാരണ. മറ്റേ പെണ്ണു വന്നതോടെ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. എൽസമ്മ പോയി ബിൽഗേറ്റിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്ക് ആയിരക്കണക്കിന് കോടി ഡോളർ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധം കിട്ടും. നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ സ്റ്റാൻലി? വികാരിയച്ഛൻ ചോദിച്ചു. അതെ, സംശയം എന്താ? ഭർത്താവിന്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതികൾ എന്ന് വിശ്വസിച്ച ഒരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അങ്ങനെ പറയരുത് സ്റ്റാൻലി. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികൾ അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. അതെന്റെ കുറ്റമല്ല ഫാദർ. എന്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണു നട്ടിരുന്നിട്ടാണ്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമെന്ന് എന്നതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നാണ്. സ്റ്റാൻലിയുടെ കടമ ചെയ്തിരുന്നെങ്കിൽ. സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യങ്ങളും നടക്കില്ല. ഒന്ന്, എന്റെ മകളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. 2, സ്വത്ത് പങ്കുവെക്കില്ല. ഭാര്യയുടെയും മക്കളുടെയും ന്യായമായ പരാതികൾ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യങ്ങൾ, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ. നമുക്കിവിടെ നിർത്താം. അങ്ങനെ തന്നിഷ്ടത്തിന് തന്നെത്താൻ തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അച്ഛൻ കുനിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ആര് നിങ്ങളുടെ നേതാവ്? ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചുവിട്ടേക്കണം. സ്റ്റാൻലി ജെയിംസ് പുത്തൻതറയെയും പരുത്തിക്കാരനെയും നോക്കി. സ്റ്റാൻലി വാതിലിനടുത്തേക്ക് നടന്നു. അങ്ങനെ പോകാൻ വരട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേയുള്ളൂ. സ്റ്റീഫൻ എഴുന്നേറ്റ് നിന്നു തടഞ്ഞു. ഒരു മുരൾച്ച കേട്ട് എല്ലാവരും മേശച്ചുവട്ടിലേക്ക് നോക്കി. ശാന്തരായി കിടന്ന നായ്ക്കൾ 2 എഴുന്നേറ്റ് കാതു കുറിപ്പിച്ചു നിൽക്കുന്നു. അതിലൊരെണ്ണം സ്റ്റീഫനെ നോക്കി മുരളുന്നുണ്ട്. ഒരു പശുക്കിടാവിനോളം വലിപ്പമുള്ള ആ നായ നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നിട്ട് സ്റ്റീഫന്റെ നേർക്ക് ചെവി വട്ടം പിടിച്ചു നിന്നു. സ്റ്റാൻലി വാതിൽ തുറന്നിട്ടു. ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ആരും മിണ്ടിയില്ല. അന്യോന്യം ചില നോട്ടങ്ങൾ കൈമാറി ഓരോരുത്തരായി വാതിൽ കടന്നു. ചായ കഴിച്ചിട്ടേ പോകാവൂ മിസ്റ്റർ പരുത്തിക്കാടൻ. എനിക്കൊരു കമ്പനി തരികയും വേണം, സ്റ്റാൻലി പറഞ്ഞു. എല്ലാവരും പുറത്തു കടക്കുന്നതുവരെ സ്റ്റാൻലിയും നായ്ക്കളും ഹാളിന്റെ വാതിൽക്കൽ തന്നെ നിന്നു.